ഡോക്ടർ വർഗീസ് ജോർജ് RJD പ്രതിനിധി. ഡോക്ടർ വർഗീസ് ജോർജ്, മുന്നണിയെ ഇരുട്ടിൽ നിർത്തി, മുന്നണിയിലെ മറ്റു കക്ഷികളെ ഇരുട്ടിൽ നിർത്തി, ഇതാണ് ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. സംതിങ് ഈസ് റോങ് എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താകാം? ഈ MOU ഒപ്പിടുന്നത് അതീവ രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്നാണ് RJD സംശയിക്കുന്നത്? സ്മൃതി, ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPM-ൻ്റെ നേതാവായ ഡോക്ടർ ശിവദാസൻ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ പറയുന്ന വേറൊരു കാഴ്ചപ്പാടാണ്. ശ്രുതി ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിരുന്ന നിലപാട് PM ശ്രീ പ്രോജക്റ്റിൽ ഒപ്പിടുന്നതിന് മുമ്പ് സുപ്രീം കോടതിയെ സമീപിക്കണം എന്നായിരുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന സബ്ജക്റ്റാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെതിരെ കൺകറന്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് പരിഹാരം തേടണമായിരുന്നു. അങ്ങനെ ചില സംസ്ഥാനങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത് സ്മൃതി, ഈ പ്രൊജക്റ്റിലാകെ 27,000 കോടി രൂപയാണുള്ളത് 5 വർഷത്തേക്ക്. ഈ 27,000 കോടി രൂപയിൽ 19,000 കോടി രൂപ സെൻറ്റർ ചിലവാകും. ബാക്കി 8,000 കോടി രൂപ സ്റ്റേറ്റുകളാണ് ചിലവാക്കേണ്ടത്. അപ്പോൾ 8,000 കോടി രൂപ സ്റ്റേറ്റുകൾ ചിലവാക്കുമ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ കരിക്കുലവും അതിൻ്റെ മാതൃകയും എല്ലാം പൂർണ്ണമായി തീരുമാനിക്കുന്നത് സെൻറ്ററാണ്. അപ്പോൾ സ്റ്റേറ്റുകൾ പണം കൊടുത്താൽ മതി, അവർക്ക് യാതൊരു റോളും കരിക്കുലത്തിലോ മറ്റു കാര്യങ്ങളിലോ ഇല്ല. ഡോക്ടർ വർഗീസ് ജോർജ് ഇടപെട്ടോട്ടെ, പക്ഷേ മന്ത്രി ശിവൻകുട്ടി അതിനെയാണ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയല്ല, കരിക്കുലത്തിൽ ഇടപെടാൻ പറ്റില്ല, അത് സ്റ്റേറ്റിന്റെ അധികാരമാണ് എന്ന്. അതിന് ചില ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കുന്നിടത്ത് ഗാന്ധിവധം പഠിപ്പിക്കുന്നില്ല, ഞങ്ങളിതാ ഇവിടുത്തെ സിലബസിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ന്യായമായി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ നിലപാടനുസരിച്ച് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും, അതുകൊണ്ട് അതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വാദം. അത് ശ്രീ ശിവൻകുട്ടി പറഞ്ഞ് ശരിയല്ല. ഈ പ്രോജക്റ്റ് തന്നെ നമ്മൾ വായിച്ചാൽ അത് കാണുന്നത് ഇങ്ങനെ PM ശ്രീയിൽ വരുന്ന സ്കൂളുകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഷോ കേസസ് ആയിരിക്കും, പ്രദർശന വസ്തുക്കളായിരിക്കും, മാതൃകകളായിരിക്കും. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണ് ഈ സ്കൂളുകൾ അനുധാവനം ചെയ്യേണ്ടത്. അതുകൊണ്ട് മന്ത്രി പറഞ്ഞത് ശരിയായ കാര്യമല്ല. നമ്മൾ ഒരിക്കൽ ഫണ്ട് സ്വീകരിച്ചാൽ ഈ പ്രോജക്റ്റ് പറയുന്നത് MOU ഒപ്പിട്ടാൽ അതോടൊപ്പം തന്നെ NEP-യുടെ ഒരു ഫ്രെയിംവർക്കിലാണ് നമ്മുടെ ഈ സ്കൂളുകൾ വരുന്നത്. നമുക്ക് നേരത്തെ അനുഭവം ഉണ്ടല്ലോ, വേൾഡ് ബാങ്കിൻ്റെ ഫണ്ട് സ്വീകരിച്ചു, നമ്മുടെ സ്കൂളുകളെല്ലാം DPP നടപ്പാക്കേണ്ടി വന്നു. അതുകൊണ്ട് പണം ആദ്യം സ്വീകരിക്കാം, ഞങ്ങൾ ഈ നടപ്പാക്കില്ല എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. രണ്ടാമത് സ്മൃതി ചോദിച്ച കാര്യം, ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. അത് ശരിയാണ്. ഞങ്ങളെല്ലാ കാലത്തും എടുത്തിരുന്ന നിലപാട് നയപരമായ കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യണം. 11 രാഷ്ട്രീയ പാർട്ടികൾ കൊള്ളുന്ന ഒരു മുന്നണി, അത് ഒറ്റ പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ, എല്ലാ പാർട്ടികളുടെയും കൂടെ ഭൂരിപക്ഷത്തിലല്ലേ ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പോളിസി ഇഷ്യൂസ് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുക തന്നെ വേണം. ഡേ ടു ഡേ ഇഷ്യൂസ് ചർച്ച ചെയ്യേണ്ട, ദൈനംദിന കാര്യങ്ങൾ അത് ഞങ്ങൾ ഗവൺമെൻറ്റിൽ ഇടപെടാറില്ല. നയപരമായ കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ തീരുമാനങ്ങൾ എടുക്കാൻ. ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞു PM ശ്രീ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് സ്മൃതി, ഞങ്ങളാരും ഒരൊറ്റ അക്ഷരം ഒരു പരസ്യ പ്രസ്താവന പോലും ഈ വിഷയത്തിൽ ഇന്നലെ രാത്രി വരെ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയാണ് അറിയുന്നത് ഇതിൽ ഒപ്പിട്ടെന്ന്. അപ്പോൾ മുന്നണി ചർച്ച ചെയ്തില്ല. മുന്നണി ചർച്ച ചെയ്യാതെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവമായ പ്രശ്നം അവർ തീരുമാനിച്ചു, ക്യാബിനറ്റ് തീരുമാനിച്ചു. ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ ഇന്ന് പറഞ്ഞ എന്താണ്, ഞങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ക്യാബിനറ്റ് തീരുമാനിച്ചു എന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗതകാല പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നയപരമായ കാര്യങ്ങൾ മുന്നണിയെ അറിയിക്കാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതിൽ എന്ത് ഇങ്ങനെ പ്രതിഷേധം പരസ്യമായി പറയുന്നു? ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി RJD പറഞ്ഞു, CPI ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. CPI ഇപ്പോൾ എക്സിക്യൂട്ടീവ് 27-ന് ചേരുന്നു. അതിനുശേഷം മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ശക്തമായൊരു നിലപാട് അവിടെ എടുക്കുമ്പോൾ ഒപ്പിട്ട് പോയ MOUയിൽ നിന്ന് ഇനി പിന്നാക്കം പോകാൻ സർക്കാരിന് കഴിയുമോ ഡോക്ടർ വർഗീസ് ജോർജ്? ഇനി എന്താണ് ഇതിൽ സാധ്യത?
ഇനി LDP ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം സുഹൃതി? തീരുമാനം എടുത്തില്ലേ? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചില്ലേ? ഇനി എന്ത് ചർച്ചയാണ്? ഇപ്പോൾ ഉടനെ ബീഹാർ ഇലക്ഷൻ വരുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങോട്ട് പോകും. നവംബർ പകുതിയോടുകൂടി പഞ്ചായത്ത് ഇലക്ഷൻ്റെ അറിയിപ്പ് വരും. ഗവൺമെൻറ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ അവധാനതയോടെ വേണ്ട ചെയ്യാൻ. ഈ 1000 കോടി കൊണ്ടാണോ കേരളത്തിലെ സ്കൂൾ സമ്പ്രദായം നമ്മൾ വികസിപ്പിച്ചത്? ദശാബ്ദങ്ങളായി കേരളത്തിലെ മതസാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും പൗരസമൂഹവും എല്ലാം കൂടി വികസിപ്പിച്ചെടുത്തതല്ലേ നമ്മുടെ സ്കൂൾ സിസ്റ്റം? ഞാൻ പ്രൊഫസർ അമർത്യാസൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി. അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഇതുപോലെ ഒരു സ്കൂൾ സിസ്റ്റം ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഓരോ കിലോമീറ്ററിലും 2-3 സ്കൂളുകൾ. അങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഈ സ്കൂൾ സമ്പ്രദായവും അതിൻ്റെ കരിക്കുലവും അതിൻ്റെ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവവും എല്ലാം നമ്മൾ കളയാൻ പോവല്ലേ ഈ 1000 കോടി രൂപയ്ക്ക് വേണ്ടി? അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആലോചിക്കണമായിരുന്നു. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കോർ എന്ന് പറയുന്നതാണ്, അതിൻ്റെ ഉള്ളടക്കം. അത് മന്ത്രി ശിവൻകുട്ടി മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിലോമകരമായൊരു പദ്ധതിയാണ്. ആ ഡോക്ടർ ശിവദാസനും സമ്മതിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത് അന്ധവിശ്വാസങ്ങളെ പ്രേരിപ്പിക്കുന്നതും അങ്ങേയറ്റം നമ്മുടെ ഭൂതകാലത്തേക്ക് നമ്മുടെ കണ്ണുകളെ തുറന്നു വെക്കുന്നതുമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസമാകട്ടെ പുരോഗമനകരമായ ഒരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡോക്ടർ ശിവദാസൻ പാർലമെൻറ്റ് അംഗമല്ലേ? ഇതാരോടെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിനോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതാരാ എഴുതിയത്? നമ്മുടെ കഴിഞ്ഞ കാലത്തെ കമ്മീഷനുകൾക്കെല്ലാം ഒരു പേരുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. കൊത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ, വിശ്വേശ്വരയ്യ കമ്മീഷൻ. ഇതാരാ എഴുതിയത്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വായിച്ചാൽ ഒരു പേരില്ല, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. കുറേ ഉദ്യോഗസ്ഥന്മാർ നാഗ്പൂരിൽ പോയി സംഘപരിവാറിൻ്റെ ശാലയിൽ പോയിരുന്ന് എഴുതിയതാണ്. അതാരോട് ചർച്ച ചെയ്തിട്ടാണ്? അതെന്തിനാണ് നമ്മൾ കേരളത്തിൽ നടപ്പാക്കുന്നത്? അതുകൊണ്ട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതിനെ പ്രതിരോധിക്കുമെന്നാണ്. നമ്മൾ എന്തിനാണ് ഡോക്ടർ ശിവദാസൻ കീഴടങ്ങിയത്? സുപ്രീം കോടതിയിലടക്കം കേരളത്തിന് കിട്ടാനുള്ള പണത്തിന് വേണ്ടി സുപ്രീം കോടതിയിലടക്കം പോയിട്ടുള്ളതാണ് സംസ്ഥാനം. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി എന്നൊരു ആലോചനയിലേക്ക് പോയില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.